ഹായ് ഓൾ. അപ്പോൾ ഇതൊരു പനി പിടിച്ച സൺഡേയിലെ ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. എന്നുവെച്ചാൽ ആകെ ഉള്ള ഒരു ദിവസം ലീവ് ഇന്നാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കിയും പറക്കുകയൊക്കെ ചെയ്യുന്നത്. അന്ന് മൊത്തം ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങ് പോയി. ഇന്ന് ആരെ കട്ടാക്കാൻ വേണ്ടി ഓ ഒരാണെങ്കിൽ നല്ല പനിയിൽ കിടക്കുന്നു. ഇന്ന് മൊത്തവും എന്താണ്ട് ഇവന്മാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം അവർക്ക് വയ്യെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ വിടൂല. ഉമ്മച്ചി എന്ന് പറഞ്ഞ് എന്നെ എടുക്ക് ഞാൻ എടുത്ത് കൈ വെച്ചിരിക്കുകയാണെങ്കിലും വീണ്ടും എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ആഹാരം കൊടുക്കാനാണ് കേട്ടോ ഏറ്റവും വലിയ പ്രയാസം. അതിന് മുമ്പ് 3 വരെ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞാൻ ഇവരെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം വയ്യാത്ത സമയങ്ങളിലാണെങ്കിലും അല്ലാതെ വീട്ടിൽ ജോലിയും നോക്കണം, അവരുടെ കാര്യം നോക്കണമല്ല. ഇപ്പം ഉമ്മായും കൂടി വന്നുകൊണ്ട് കുറച്ചൊരു റിലാക്സേഷനുണ്ട്. എന്നാലും വയ്യെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് നിന്ന് മാറൂല കേട്ടോ. എന്നെ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നിന്നോളും. പക്ഷെ ഞാനുണ്ടെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് മാറില്ല. വയ്യെങ്കിൽ പിന്നെ ഒട്ടും പറയണ്ട, എണീറ്റ് പോലും ഇരിക്കില്ല. ഈ കിടക്കുന്നതൊക്കെ കിടക്കും. ഈ പറയുന്ന 2 പേര്, ഇപ്പോൾ ഈ നിൽക്കുന്ന 2 പേരുണ്ടല്ലോ, കുറേ കഴിഞ്ഞപ്പോൾ ഇവർക്കും വയ്യാതായി. ഇവരും കിടപ്പായിരുന്നു, ബഹളമായിരുന്നു. ഉമ്മച്ചി എടുക്കണം പറഞ്ഞിട്ടുള്ള വാശിയും ഇതുമെല്ലാമായിരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഇച്ചിരി ആഹാരം കഴിക്കാൻ കൊടുത്തിട്ട് മരുന്നും കൊടുത്ത് ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ മാറും. പക്ഷേ ഇവന്മാർ 2 പേരും ഉറങ്ങാൻ വിടൂല അവനെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ തലവേനക്ക് നല്ല തലവേന ഉണ്ടായിട്ടാണ് ഇരുന്ന് കരയുന്നത്. എടുത്തോണ്ടിരിക്കുകയാണ് ഫോട്ടോകൾ. എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കി കിടത്തിയതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ദൈവം വന്ന് അവനെ ഉണർന്നു കഴിഞ്ഞാൽ വീണ്ടും കരഞ്ഞുകൊണ്ട് മുച്ചി എനിക്ക് തലവേനിക്കുന്നത്, കരഞ്ഞരിഞ്ഞ് അങ്ങനെ ഇരുന്ന് എങ്ങനെയെങ്കിലും വഴക്ക് പറഞ്ഞ് അവനെ ഓട്ടിച്ചപ്പോഴത്തേന് അവൻ കരഞ്ഞുകൊണ്ട് പോയി ഒരിടത്ത് ഇരുന്ന് അവൻ്റെ അടുത്ത് തലവേന ഇളവി ചൂട് കയറിക്കൊണ്ട് പുതച്ച് മുടി അവൻ ഒരിടത്ത് സെറ്റിലായി കേട്ടോ. ഇറങ്ങടാ തറയില്, അന്ന് ഇറങ്ങാനാ പറഞ്ഞ, അന്ന് വീഴും. കുരുത്തക്കേടിൻ്റെ ലിമിറ്റഡ്. ഓ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കിനും ആളൊരു ഇച്ചിരി ഉഷാറായിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ 3 പേർക്ക് ഫുഡൊക്കെ കഴിക്കാൻ കൊടുത്തു. സാമ്പാറും ചോറും പപ്പടവുമായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പടവും സാമ്പാറും ചോറും. അങ്ങനെ 3 പേര് ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ച് വീണ്ടും ഞാൻ കുറച്ച് ചൂടിൻ്റെ മരുന്ന് കേട്ടോ, പാരസിറ്റാമോളിൻ്റെ സിറപ്പ് കൊടുത്ത്. അപ്പോൾ പെരും മഴ പെയ്യുന്നുണ്ട് പുറത്ത്, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഉച്ച തൊട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടി ചെയ്യണേ. നമ്മൾ സാധാരണ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു.